കയ്യിലെന്താ ഒരു സാധനം, ഇവള് വീണ്ടും കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണോ എന്നൊരു സംശയം തോന്നാം. സ്വാഭാവികമാണ്. കൂടുതലായും പ്ലേറ്റിൽ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ചിന്തയിലേക്കാവും പോവുക. എന്നാൽ പൂർണ്ണമായിട്ടും ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഈ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഈ ഒരു കിഴങ്ങിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിനോടൊപ്പം ഒരു ചെറിയ കുക്കിങ്ങും ചെയ്തു എന്ന് മാത്രം. നമ്മുടെ തലമുറയിൽ മിക്ക ആളുകൾക്കും ഈ ഒരു കിഴങ്ങിനെ കുറിച്ച് അറിയാൻ ചാൻസ് ഇല്ല. കാരണം ആരും തന്നെ കഴിച്ചിട്ടുണ്ടാകുക പോലുമില്ല. പൂർവികരുടെ കാലത്ത് കഴിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന മുടവാട്ടുക്കൽ കിളാങ്ക് അഥവാ കിഴങ്ങ്, നമ്മുടെ നാട്ടിലിപ്പോൾ ഇതിൻ്റെ പേര് ആട്ടുകാൽ കിഴങ്ങ് എന്നാണ്. കാണുമ്പോൾ ഒരു ആട്ടിൻ്റെ കാല് പോലെ തന്നെ ഇല്ല അല്ലേ? ഒരു കിഴങ്ങിന് ചുറ്റും രോമാവൃതമായ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു കിഴങ്ങാണെന്ന് പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ വിഷമമായിരിക്കും. എനിക്കും ആദ്യം അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കേട്ടപ്പോൾ ഈ ഒരു കിഴങ്ങിനെ കുറിച്ച് നിങ്ങൾക്കും ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. കൂടുതലായും കുന്നിൻ പ്രദേശങ്ങളിലാണ് ഈ ഒരു കിഴങ്ങ് കാണപ്പെടുന്നത്. പർവ്വത മേഖലകളിൽ ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇത് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണഗണങ്ങൾ ഇതിനുണ്ട്. പൂർവികർ വളരെ ശക്തവും ദൈവം നൽകിയതുമായ പ്രകൃതിദത്ത ഔഷധമായാണ് ഈ ഒരു കിഴങ്ങിനെ കാണുന്നത്. ഈ ഒരു കിഴങ്ങിന് അത്ഭുതകരമായ ശരീര രോഗശാന്തി ഗുണങ്ങളുണ്ട്. സന്ധിവേദന, സന്ധികലകളെ ബന്ധിപ്പിക്കൽ, അസ്ഥികളെ ശക്തിപ്പെടുത്തൽ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കൽ, പ്രകൃതിദത്ത വേദന സംഹാരി, ബാക്ടീരിയ വീക്കം കുറയ്ക്കൽ, തൊണ്ടയിലെ അണുബാധ ശമിപ്പിക്കൽ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കൽ, ഹൃദയാരോഗ്യം നിലനിർത്തൽ, ഡീറ്റോക്സ് കരൾ, പിന്നെ അമ്മമാർ നേരിടുന്ന മുലപ്പാലിൻ്റെ കുറവ്, ഇതിനൊക്കെ ഈ ഒരു കിഴങ്ങ് പരിഹാര മാർഗമാണ്. പോഷകങ്ങളുടെ കലവറ എന്നാണ് ആട്ടുകാൽ കിഴങ്ങിനെ പൂർവികർ വിശേഷിപ്പിക്കുന്നത്. ഔഷധം എന്നാൽ മരുന്ന് നമ്മൾ വളരെ കുറച്ചാണല്ലോ കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ആട്ടുകാൽ കിഴങ്ങും. അളവ് തീരെ കുറച്ചേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ശരീരത്തിൽ പെട്ടെന്ന് വലിയ അളവിലെത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് പൂർവികർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ കുറച്ച് അളവിൽ ഉപയോഗിച്ച ശേഷം മാത്രമേ വലിയൊരളവിലേക്ക് കഴിക്കാൻ പാകത്തിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഞാൻ എന്തായാലും കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ എന്ന നിലയിൽ സൂപ്പൊന്നും ഉണ്ടാക്കിയില്ല. സൂപ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. ഞാൻ ചെറിയൊരു ചട്നിയാണ് ഉണ്ടാക്കിയത്. അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സാധിച്ചു. ടേസ്റ്റ് വൈസ് നമുക്ക് എന്താണെന്ന് എടുത്ത് പറയാൻ പറ്റില്ല. എന്നാലും ശരീരത്തിന് ഗുണമുള്ളതുകൊണ്ട് എല്ലാവരെ കൊണ്ടും കഴിപ്പിച്ചു. മോശമൊന്നും അല്ല കേട്ടോ. ചട്നി നമുക്ക് പല ഫ്ലേവറിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടെക്സ്ചറായിരുന്നു. എല്ലാവരും പറ്റിയാലൊന്ന് ട്രൈ ചെയ്യുക. ഒരു യാത്രയിൽ ഈ ഒരു കിഴങ്ങിനെ കുറിച്ച് കേട്ടത് കൊണ്ട് വീണ്ടും കിഴങ്ങ് വാങ്ങണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. കൊടൈക്കനാൽ യാത്രയിൽ യാദൃശ്ചികമായി കണ്ണിൽപ്പെട്ടത് കൊണ്ട് വാങ്ങി. അതൊന്ന് മേക്ക് ചെയ്ത് കഴിച്ചു. ഗുണങ്ങൾ ഒരുപാടുണ്ടല്ലോ, നല്ലതല്ലേ?